2026 വിഷു വർഷഫലം. ചതയം നക്ഷത്രക്കാർക്ക് 2026 വിഷുഫലം അനുസരിച്ച് 7.5 ശനിയുടെ അവസാന കാലഘട്ടം കടന്നു പോവുകയാണ്. ഇവർക്ക് ശനിയൊക്കെ ഇപ്പം അനുകൂലത്തിലേക്ക് മാറുന്നൊരു കാലഘട്ടമാണ്. സന്തോഷം, സന്താനങ്ങളുടെ കാര്യത്തിലും കുടുംബത്തിലും ഒക്കെ പല കാര്യങ്ങളും സന്താനങ്ങൾക്കുമൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് സന്തോഷം, ആധിക്യമുള്ള ഒരു വർഷം തന്നെയാണ്. കലാകായിക രംഗത്ത് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പരാജയങ്ങളൊക്കെ വന്നു ചേരാം. വിദേശയാത്ര ആഗ്രഹിച്ചവർക്ക് ധാരാളം തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. സാമ്പത്തിക ആനുകൂല്യം കിട്ടാനൊക്കെ ചിലപ്പോൾ താമസം വന്നു ചേരാം. സർക്കാരിൽ നിന്നൊക്കെ നിങ്ങളുടെ ആനുകൂല്യമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തടസ്സങ്ങളുണ്ട്. അതോടെ മാറി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് വർഷാവസാനത്തോടു കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. കുടുംബത്തിലെ അംഗങ്ങൾക്ക് രോഗാരിഷ്ടതകൾ, പ്രായമായ മാതാപിതാക്കൾക്കൊക്കെ രോഗാരിഷ്ടതകളൊക്കെ വന്നു ചേരാനൊക്കെ യോഗം കാണുന്നുണ്ട്. യാത്രാ ചിലവുകൾ, യാത്രാ ക്ലേശങ്ങളൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് കൊണ്ട് യാത്രാ ചിലവുകളും ക്ലേശങ്ങളും ഉണ്ടാകാം. സാമ്പത്തിക പരാധീനത വന്നുകൂടുമെങ്കിലും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നത് മൂലം സാമ്പത്തിക പരാധീനതയൊക്കെ ഒരു പരിധിവരെ നിങ്ങൾക്ക് മാറ്റിവെക്കാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റുള്ളവരുടെ സഹായം കൊണ്ട് പല കാര്യങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്ത്, നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പല കാര്യങ്ങളെയും തരണം ചെയ്തു പോകാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. പല രംഗത്തും നിങ്ങൾക്ക് ആശ്വാസം തോന്നുന്ന പല പ്രവൃത്തികളും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ട് കഴിയുന്നതാണ്. വ്യാപാരാദികളിൽ ചെറിയ തോതിൽ വർഷമധ്യത്തോടു കൂടി അഭിവൃദ്ധി ഉണ്ടാവുകയും അതിൽ നിന്ന് ചെറിയ ചെറിയ ധനനേട്ടങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം. സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ട് തർക്കങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകാം. അത് വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യുക. ഭൂമിയുമായി ബന്ധപ്പെട്ട് ക്രയവിക്രയത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും വ്യവഹാരം വരാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഭവന നിർമ്മാണം പൂർത്തിയാക്കി ഈ വർഷാവസാനത്തോടു കൂടി നിങ്ങൾക്ക് പുതിയ ഭവനത്തിൽ താമസയോഗ്യമാക്കി ഗൃഹപ്രവേശമൊക്കെ നടത്താം. പുതിയ സംരംഭങ്ങളോ തൊഴിൽ മേഖലകളോ ഒക്കെ കണ്ടെത്തുകയും അതിലൂടെ വർഷാവസാനം ധനാഗമനവും ഒക്കെ വന്നു ചേരുന്നതാണ്. ശനീശ്വര പ്രീതി നല്ലതുപോലെ വരുത്തി ദോഷഫലങ്ങൾ കുറയ്ക്കുകയും വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിന് തുളസിമാലയോ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ ഒക്കെ ചെയ്യുന്നതും നല്ലതാണ്. ചൊവ്വാഴ്ച ദിവസം മുരുകന് ഭസ്മാഭിഷേകം, പനിനീരഭിഷേകം, പഞ്ചാമൃതം ഇതുപോലെയുള്ള അഭിഷേകങ്ങളൊക്കെ നടത്തുന്നതും മുരുകക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വളരെ ഉത്തമമായിരിക്കും.